എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടൻ ആരംഭിക്കും. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന +1 അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടൻ ആരംഭിക്കും. എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യും. +1 അലോട്ട്മെൻറ്റിനെ കുറിച്ചും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ചും എങ്ങനെ അപേക്ഷിക്കാൻ സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ ആശങ്കകളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ +1 അലോട്ട്മെൻറ്റിൻ്റെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതായത് +1 ട്രാൻസ്ഫർ ഉടൻ തന്നെ ആരംഭിക്കും. ട്രാൻസ്ഫർ അപേക്ഷ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ അപേക്ഷ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക? അപേക്ഷ സമർപ്പിക്കേണ്ടത് hscap.kerala.gov.in hscap എന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി ഡയറക്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. hscap എന്ന ഈ 5 അക്ഷരം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാൻ സാധിക്കും. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലോഗിൻ എന്ന വഴി, അതായത് കാൻഡിഡേറ്റ് ഇപ്പോൾ hscapൽ കയറുക, കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ബട്ടൺ അതിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ബട്ടൺ അതിൽ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം എന്ത് ചെയ്യണം? അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ്, ജില്ല നൽകി ലോഗിൻ എന്നൊരു ബട്ടൺ അതിൽ കാണും. അതിലും കൂടെ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് നിങ്ങൾ ഓപ്പണായി എത്തും. ഇപ്പോൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ആ ലിങ്ക് അവിടെ കാണും, കാൻഡിഡേറ്റ് ലോഗിൻ്റെ. പക്ഷേ അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ വിജ്ഞാപനം, അതിൻ്റേതായ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളുമെല്ലാം അവിടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇനി ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ നോക്കാം. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും? അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് അവിടെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ഒരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്കൂൾ കോഴ്സ് നൽകാനുള്ള ഓപ്ഷനാണ് അടുത്തതായിട്ട് അവിടെ എൻ്റർ ചെയ്ത് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് നൽകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അതിലുണ്ടാവില്ല. നിങ്ങളെ തെറ്റിപ്പോവാൻ ചാൻസ് ഒന്നുമില്ല. കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഓപ്ഷൻസ് ക്രമീകരിച്ച് നൽകിയത് അതുപോലെ തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ ഓപ്ഷൻ വെക്കുകയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ GHSS തായന്നൂർ, ഹ്യൂമാനിറ്റീസ് 2 GHSS കോടോത്ത് ഹ്യൂമാനിറ്റീസ്. ഇങ്ങനെ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഓർഡറുകൾ ക്രമീകരിച്ച് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം അടിയിൽ എന്ത് ചെയ്യും? സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടിയിൽ സബ്മിറ്റ് എന്നൊരു കോളത്തിലൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. സബ്മിറ്റ് എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഇങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ഇനി വിദ്യാർത്ഥികൾ കൂടുതൽ പേരും ചോദിക്കുന്നൊരു സംശയമാണ്, എന്താണ്? വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് മറുപടി തരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപേക്ഷ ഉടൻ ആരംഭിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ ആരംഭിക്കും. അത് വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കും ഒന്നാമത്തെ വിദ്യാർത്ഥികളുടെ സംശയം, ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക്
അത് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ട്രാൻസ്ഫർ നൽകാൻ പറ്റുമോ? അത് നമുക്ക് സർക്കുലർ വന്നാലേ പറയാൻ പറ്റൂ. കാരണം അതിന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നൽകാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും മുറിച്ച് നിൽക്കുന്നത്. കാരണം എന്ന് പറയുന്നത് എന്താണ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ വിളിച്ചിരുന്നെങ്കിൽ അന്നേരം എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി നൽകിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിച്ചിരുന്നു. അപ്പോൾ ആ ട്രാൻസ്ഫറിൽ എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കാതെ വന്നൊരു സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്ത് തന്നെയാണ് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റായിരുന്നു. അതായത് എന്താണ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ആഫ്റ്റർ വിളിക്കുന്ന ട്രാൻസ്ഫറിനാണ് എന്ത് ചെയ്യാൻ സമ്മതിക്കുക, നിങ്ങളെ അപേക്ഷിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കൊല്ലം വളരെ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്തില്ല, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് എന്ത് ചെയ്തില്ല, ട്രാൻസ്ഫർ നടന്നിട്ടില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് നടക്കേണ്ട ട്രാൻസ്ഫർ അവിടെ എന്ത് ചെയ്തിട്ടില്ല, നടക്കാതെ പോയി. അങ്ങനെ നടക്കാതെ പോയപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് മിസ്സായി കഴിഞ്ഞു. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ട്രാൻസ്ഫറിൽ ഒരു 90% മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ആയിക്കോട്ടെ, ഏത് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചാലും മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇനി അപേക്ഷിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സർക്കുലർ വരും. എന്നിട്ടും അതുവരെ നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ള ക്ഷമ ഇല്ലെങ്കിൽ എന്ത് ചെയ്തോളുക, ക്ലിയർ ആകുന്നില്ലല്ലോ, HS-CAP എന്ന് ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ HS-CAP എന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തോളുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് പോകും. അത് കേരള സർക്കാരിൻ്റെ ഹയർ സെക്കൻഡറി വിങ് കൈകാര്യം ചെയ്യുന്നവരുടെ വെബ്സൈറ്റാണത്. അലോട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നവരുടെ വെബ്സൈറ്റാണ്. അതിൽ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു 3 ഡോട്ട് അവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് അതിൽ കാണും. അതിൽ എന്ത് ചെയ്യും, കോണ്ടാക്ട് അസ് എന്നൊരു ലിങ്ക് അതിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ലാൻഡ് ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ ലഭിക്കും. അത് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ തിരക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി അവിടെ ഉണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ച എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിക്കുന്ന എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമായിരിക്കും. കാരണം എന്താണ്, അപേക്ഷിച്ചാൽ കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പും പറയാൻ സാധിക്കില്ല. ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നമുക്ക് അപേക്ഷ നൽകാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എപ്പോഴും സാധിക്കുകയുള്ളൂ. കിട്ടുമോ എന്നുള്ളത് നിങ്ങളുടെ എന്ത് ചെയ്യും, ലക്ക് പോലെ ഇരിക്കും, ഭാഗ്യം പോലെ ഇരിക്കും, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറഞ്ഞ പോലെയാണല്ലോ. അങ്ങനെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറഞ്ഞ പോലെയാണല്ലോ. കളിയാക്കിയൊന്നും അല്ല കേട്ടോ, അതിനെ സന്ദർഭത്തിനെ മുതലെടുത്തൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊരു ഇത്രയും നേരം കേട്ടോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട, അതിനുവേണ്ടി ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നതിനൊന്നും ഒരു വിരോധമില്ല. എന്താണ്, ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, എത്ര വേണമെങ്കിലും ഓപ്ഷൻസ് എൻ്റർ ചെയ്യാം. അതിനൊന്നും ഒരു പഞ്ഞുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷനുകൾ കൊടുക്കാം. 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് യഥാർത്ഥ വസ്തുതയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 10 പേര് അപേക്ഷിച്ചാൽ എന്ത് ചെയ്യില്ല, 8 പേർക്കും ട്രാൻസ്ഫർ കിട്ടില്ല. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ നടത്തിയിരുന്നെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ മാറി കിട്ടിയേനെ. ബട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വിളിക്കുന്ന ട്രാൻസ്ഫർ ആയതുകൊണ്ട് പല വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യില്ല, ഓപ്ഷൻ മാറി കിട്ടുകയില്ല. അതിന് കാരണം എന്താ പറഞ്ഞാൽ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിൽ ഞാൻ ട്രാൻസ്ഫറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ വേക്കൻസി ലിസ്റ്റ് വേണേൽ നോക്കിക്കോ,
അല്ലാതെ എന്താ ഞാൻ കാസർഗോഡ് ജില്ലയിലെ കോളേജുകളിൽ നോക്കിയപ്പോൾ, ഞാൻ മറ്റ് ജില്ലയിൽ നോക്കിയിട്ടില്ല, കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ നോക്കുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഇങ്ങനെ മറിക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഇത് 1 1 1 1 1 1, അത് അടിയിലേക്ക് മറിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് 1 1 അല്ലെങ്കിൽ 2 2. ഞാൻ ഒരു 50-60 സ്കൂൾ നോക്കിയതിൽ അതിലൊരു 2 3 എണ്ണത്തിലല്ലാതെ 10-ൽ കൂടുതൽ വേക്കൻസി ഇല്ല. ഞാൻ 50 സ്കൂളുകളിൻ്റെ 50 മേലെ നോക്കിയിട്ടുണ്ട്. അത്രയും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മറിച്ച് പോകുമ്പോൾ ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിനടി ഇങ്ങനെ പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു 50 എണ്ണമൊക്കെ 50 എണ്ണം 50 സ്കൂളിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിലൊരു രണ്ടോ അഥവാ 3 അല്ലാതെ എന്ത് ചെയ്യില്ല, 2 കോളേജ് അല്ലെങ്കിൽ 3 കോളേജ്, അതിനപ്പുറത്ത് കോളേജിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഒരു 10-ന് മേളിൽ വേക്കൻസി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മറ്റൊരു ജില്ലയിലെ കോളേജിൽ എടുത്ത് നോക്കിയപ്പം 30-ന് മേലെ വേക്കൻസിയുള്ള സ്കൂളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. ബട്ട് ഞാൻ നോക്കിയ സ്കൂളുകളിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, 10-ന് മേലെ വേക്കൻസി ഒന്നും ഇല്ല. ചിലയിടത്തെ അവസ്ഥ പരിതാപകരമാണ്, ഒന്നൊന്നാണ് കാണിക്കുന്നത്. ഇപ്പം ഈ ഒരു വേക്കൻസി കാണിക്കുന്ന ഒരു വേക്കൻസി അവർ കാണിക്കുമ്പോൾ ഇവിടെ വേക്കൻസി എന്ന് പറയുമ്പോൾ 1 അവിടെ ഒരു വേക്കൻസിയിലേക്ക് എടുക്കണം. അതിനൊരു എന്ത് ചെയ്യും, ഇതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ റൂൾസ് പ്രകാരം ഞാൻ പറഞ്ഞില്ലേ ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ കൊടുക്കാമെന്ന്. ഈ മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചത്, മെറിറ്റ് സ്പോർട്സ് കോട്ടകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചത്, ഗവൺമെൻറ് സീറ്റുകളിൽ അപേക്ഷ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ട്രാൻസ്ഫറിന് കൊടുക്കാൻ സാധിക്കും. അത് അലോട്ട്മെൻറ്റ് വഴി കിട്ടിയ വിദ്യാർത്ഥികൾക്കെല്ലാം ട്രാൻസ്ഫറിന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, എന്താണ്, അങ്ങനെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അന്നേരം ഈ ഒരു വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു ലിമിറ്റില്ലാത്ത അപേക്ഷകൾ, അതായത് ഒരു വേക്കൻസിയിലേക്ക് ഓരോ അപേക്ഷകൾ തൊട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു 10 20 30 40, അല്ലെങ്കിൽ ഒരാളായാലും 2 എത്ര അപേക്ഷകൾ വേണേൽ വരാം. ഇനി 10,000 പേർ, അത്രയൊന്നും കാണിയല്ല, നിങ്ങളൊരു സങ്കല്പത്തിലെടുത്തോളൂ. 10,000 പേര് അപേക്ഷിക്കാനുണ്ടെങ്കിൽ ഈ 10,000 അപേക്ഷകൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും, 10,000 അപേക്ഷകർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം. എന്തായാലൊരവസ്ഥ. ഈ 10,000 അപേക്ഷകൾ ഒരു വേക്കൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി 9,999 പേര് ഔട്ട്. കാരണം ഒരു വേക്കൻസിയിലേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ഒരു വേക്കൻസിയിലേക്ക് 10 അപേക്ഷകൾ വന്നാൽ 9 പേര് ഔട്ടാവും. കാരണം ഒരു വേക്കൻസിയേ ഉള്ളൂ, ഒരാളെ കയറ്റാൻ പറ്റൂ. 10 അപേക്ഷകൾ വന്നു കഴിഞ്ഞാൽ 9 പേരുടെ അവസ്ഥ എന്തായാലും റിജക്റ്റ് ആകും. ഈ 9 പേർക്കും ആ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വേണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഒരാളെ കയറ്റാൻ പറ്റൂ. അന്നേരം അവരെന്ത് ചെയ്യും, മാർക്ക് നോക്കും, റിസർവേഷൻ ഉണ്ടോ നോക്കും. SC/ST കാറ്റഗറിപ്പെടുന്നവർക്ക് മുൻഗണന അതുണ്ട്. പിന്നെ EWSൻ്റെ മുൻഗണന, സ്പെഷ്യൽ വെയിറ്റേജ് അങ്ങനത്തെ വല്ലതും ഉണ്ടോ, അതായത് NSS NCC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ ഗൈഡ്സ്, SPC JRC റെഡ് ക്രോസ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഈ 10 പേരിൽ ഏറ്റവും അനുയോജ്യനായ ഒരാളെ തിരഞ്ഞെടുത്ത് ആ ഒരു വേക്കൻസി എന്ത് ചെയ്യും, ആ ഒരുത്തന് കൈമാറും. 9 പേര് ഔട്ടാകും. ഇതാണ് വാസ്തവം. ഇതിങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ. വരും വർഷങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഒരു വേക്കൻസിയിലേക്ക് 10 അപേക്ഷകൾ, ഇനിയിപ്പോൾ 2 അപേക്ഷകൾ വന്നാലോ, ഒരു വേക്കൻസിയിൽ 2 അപേക്ഷകൾ വന്നാൽ പോലും ഒരുത്തനെ ഈ വേക്കൻസി കൊടുക്കാൻ സാധിക്കും. ഒരുത്തൻ എന്തായാലും ഔട്ടാവും. ഇത് തന്നെയാണ് ട്രാൻസ്ഫറിൻ്റെ അവസ്ഥ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് തന്നെ വേക്കൻസി ഇല്ല. ഇപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നപ്പം സംഭവിച്ച കാര്യം വെച്ചാൽ ഒരുപാട് നല്ല കാര്യമാണ് സംഭവിച്ചത്, മോശം കാര്യമൊന്നുമല്ലോ. ഒരുപാട് മുക്കിഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടാതിരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പോവാതെ വിഷമിച്ചിരുന്നു. പക്ഷേ ഫസ്റ്റ് സപ്ലിമെൻ്ററി വന്നപ്പോൾ എന്ത് സംഭവിച്ചു, അവർക്ക് സന്തോഷമെന്ന് പറയാനൊരു വക കിട്ടി. അവരെ എന്ത് ചെയ്തു, പട്ടികയ്ക്ക് പുറത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കുറേ പേരെന്ത് ചെയ്തു, പട്ടികയ്ക്ക് അകത്തായി കഴിഞ്ഞു. അതായത് അവർക്ക് പ്രവേശനം ലഭിച്ചു. എന്നാലും എന്ത് തന്നെയാണ്, ഇപ്പോഴും കുറേ എണ്ണം ഔട്ടായി തന്നെ കിടക്കുകയാണ്. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കാത്തിരുന്നുകൊണ്ട്, അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്.
അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, എവിടെയെങ്കിലും അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. ക്ലാസ് എന്ത് ചെയ്തു? ജൂൺ 24 ക്ലാസ്സുകൾ ആരംഭിച്ചു. 24 ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ജൂൺ 24 ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ഇന്നെത്രയാടാ? ഇന്ന് ജൂലൈ എത്രയാണ്? 10. അപ്പോൾ 16 ദിവസം ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥിക്ക് സംബന്ധിച്ച് അവന് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അവൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? 16 ദിവസമാണ്. അങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ നമ്മളിവിടെ വിഷയം ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആയിരുന്നല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികളുടെ ഏകദേശം സംശയങ്ങൾക്കുള്ള മറുപടികളെന്ന് നൽകി കഴിഞ്ഞു. ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം, നിങ്ങളെല്ലാവരും അപേക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ +1 അലോട്ട്മെൻറ്റ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡിസ്കസ് ചെയ്തു. അപേക്ഷ എന്ത് ചെയ്യും? 2-3 ദിവസത്തിനകം തന്നെ തുടങ്ങും. ഏതായാലും ഇനിയൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്തായാലും വിളിക്കും, അതിനുശേഷം മാത്രമായിരിക്കും ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ എന്തായാലും അപേക്ഷ വരുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതൊക്കെ നമ്മൾ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് തരും. അതിൻ്റെ സർക്കുലർ വരുമ്പോൾ അതെല്ലാം നിങ്ങളെ കൃത്യമായ രീതിയിൽ അറിയിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.